വിശദമായി നോക്കാം. കേരളത്തിൽ കലാപത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഹർത്താൽ നടത്തി ബിജെപി ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ ഹർത്താലിനെ പിന്തുണയ്ക്കുന്നത് അസാധാരണ സംഭവമെന്നും കോടിയേരി പറഞ്ഞു. ജനുവരി 22 വരെ എങ്കിലും കാത്തിരിക്കാൻ തയ്യാറാകാതെ സമരം നടത്തും, ഹർത്താൽ നടത്തും. സുപ്രീം കോടതി വിധി മാറണമെന്ന് പറഞ്ഞു. ആരാണ് സുപ്രീം കോടതി വിധി ഹർത്താൽ നടത്തി മാറ്റുന്ന ചരിത്രമോ? ഇത് തന്നെ നിരർത്ഥകമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഹർത്താലിന് മുമ്പ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി തന്നെ ഹർത്താലിന് പിന്തുണ സ്ഥിതി വന്നാൽ അതിന്റെ ഉദ്ദേശമാണ് വ്യക്തമാണ്. റഫേൽ യുദ്ധവിമാന കരാറുമായി ബന്ധപ്പെട്ട ഇടപാടിന്റെ CAG റിപ്പോർട്ട് PSCക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയും കപിൽ സിബലും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സുപ്രീം കോടതിയിൽ അടിയന്തരമായി പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യുമെന്ന് ഹർജിക്കാർ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസിനെ പിന്തുണച്ച് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തി. ഇടപാടിന്റെ വിലവിവരം കേന്ദ്ര സർക്കാർ CAGയുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ടെന്നുമാണ് വിധിന്യായത്തിന്റെ 25ാം ഖണ്ഡികയിൽ പറയുന്നത്. എന്നാൽ റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് CAGയുടേതായി ഒരു റിപ്പോർട്ടും ഇതുവരെ പാർലമെന്റിന് മുമ്പാകെ വെച്ചിട്ടില്ല. പാർലമെന്റിൽ അവതരിപ്പിച്ച ശേഷമാണ് CAG റിപ്പോർട്ട് വിശദ പരിശോധനയ്ക്കായി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തുക. റിപ്പോർട്ട് ഇതുവരെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ എത്തിയിട്ടില്ലെന്ന് PACയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതി വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കിയിട്ടുണ്ട്. പബ്ലിക് ഡൊമെയ്ൻ में नहीं है, आपके पास है? नहीं, किसी के पास है? पब्लिक डोमेन में पब्लिक रिपोर्ट तो सुप्रीम कोर्ट का आदर करते हैं, लेकिन वो जांच एजेंसी नहीं है और हम जांच करने के लिए ही JPC की मांग कर रहे हैं और हर पार्टी के लोगों का ये डिमांड है. CAG റിപ്പോർട്ട് PACക്ക് മുമ്പിൽ വന്നില്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമോ പുനഃപരിശോധനാ ഹർജിയോ സമർപ്പിക്കണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ആവശ്യപ്പെട്ടു. അനിൽ അംബാനിയുടെ റിലയൻസിനെയും മുകേഷ് അംബാനിയുടെ റിലയൻസിനെയും ഒരേ കമ്പനിയാണ് വിധിന്യായത്തിലെ 32ാം പാരഗ്രാഫിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ 2015 ഏപ്രിൽ റഫേലുമായി മോദി കരാർ ഒപ്പിട്ടതിന് പിന്നാലെയാണ് റിലയൻസ് എയർസ്ട്രക്ചർ എന്ന കമ്പനി അനിൽ അംബാനി രൂപപ്പെടുത്തിയെടുത്തത്. 2012 ദസോൾട്ട് ഏവിയേഷൻ ചർച്ചകൾ നടത്തിയത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസുമായിട്ടാണ്. മാതൃകമ്പനിയായ റിലയൻസുമായി 2012 മുതൽ റഫേൽ വിമാന നിർമ്മാതാക്കളായ ദസോൾട്ട് ചർച്ചകൾ ഏർപ്പെട്ടു വരുന്നതായി പത്രക്കുറിപ്പിൽ നിന്ന് ബോധ്യപ്പെട്ടുവെന്നാണ് വിധിന്യായത്തിലെ പരാമർശം. ഇങ്ങനെയുള്ള പിഴവുകളാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മിസോ നാഷണൽ ഫ്രണ്ട് നേതാവ് സൊറാം താങ്ക മിസോറാം മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ഐസ്വാളിലെ രാജ്ഭവനിൽ വെച്ച് ഗവർണർ കുമ്മനം രാജശേഖരൻ സൊറാതാങ്കയ്ക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. 84 വയസ്സുകാരനായ സൊറാതാങ്ക 3ാം തവണയാണ് മിസോറാം മുഖ്യമന്ത്രിയാകുന്നത്. ഉപമുഖ്യമന്ത്രിയായി തൻലുയയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. 40 സീറ്റുകളിൽ 26 സീറ്റ് നേടിയാണ് MNF അധികാരത്തിൽ കയറുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സർക്കാർ രൂപീകരിക്കാൻ MNFനെ ഗവർണർ ഔദ്യോഗികമായി ക്ഷണിച്ചത്. തുയ്ക്കും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ലാൽറി നൌമയെ പ്രോടൈം സ്പീക്കറായി നിയമിച്ചു. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന TS സിംഗ്ദേവ്, താമധ്വജ് സാഹു, ഭൂപേഷ് ഭാഗൽ, ചരൺദാസ് മഹന്ത് എന്നിവരുമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തി. വൈകുന്നേരം 5 മണിക്ക് റായ്പൂരിൽ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് AICC നിരീക്ഷകൻ PL പുനിയ പറഞ്ഞു. 18ാം തീയതിയായിരിക്കും ഛത്തീസ്ഗഡിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുക എന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. ഇന്നും നാളെയുമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം വിലയിരുത്തും. നരേന്ദ്രമോദി സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. PK ശശിയെ സംരക്ഷിച്ചിട്ടില്ലെന്ന് ശ്രീമതി ടീച്ചർ. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ശശിക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ദില്ലിയിൽ പ്രതികരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം കോടതി റദ്ദാക്കി. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിയത്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. ഗീവർഗീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗീവർഗീസ്, ഏതു തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്? ഇയാളെ അറസ്റ്റ് ചെയ്യാനാണോ ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്?
മനു, ശബരിമലയിൽ കലാപത്തിന് ശ്രമിക്കൽ, ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 258/2018 ക്രൈം നമ്പറിൽ 17/10/2018 പമ്പ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലാവുന്നത്. തുടർന്ന് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 9 മണിക്കും 11 മണിക്കും ഇടയിൽ പമ്പ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും അടക്കമുള്ള വ്യവസ്ഥകളിലായിരുന്നു റാന്നി കോടതി രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചത് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് റാന്നി കോടതി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നും കഴിഞ്ഞ 2 ശനിയാഴ്ചയും രാഹുൽ ഈശ്വർ പമ്പ സ്റ്റേഷനിൽ ഹാജരായിരുന്നില്ല. മാത്രവുമല്ല, ഇതിനു മുമ്പ് 2 തവണ കോടതി നിർദ്ദേശിച്ച സമയത്തായിരുന്നില്ല രാഹുൽ ഈശ്വർ ഒപ്പിടാൻ പമ്പ സ്റ്റേഷനിൽ എത്തിയിരുന്നതും. ഇത് സംബന്ധിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇന്ന് ഈ കേസ് എടുത്തപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ ബംഗളൂരിലാണെന്നും സമയം അനുവദിക്കണമെന്ന് കാണിച്ച് അഭിഭാഷകൻ ഒരു അപേക്ഷ നൽകിയായിരുന്നു. പക്ഷേ ഈ അപേക്ഷ അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. തുടർച്ചയായിട്ട് ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അതിനാൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കിയാണെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് രാഹുൽ ഈശ്വറിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് റാന്നി ന്യായാലയ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മനു, ശരി, വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വറിനെ ജാമ്യം റദ്ദാക്കിയതും അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടതും. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന്റെ ശബരിമല പ്രവേശനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബലിദാനികളെ സൃഷ്ടിക്കാനുള്ള BJP ശ്രമങ്ങൾ അപഹാസ്യമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സർക്കാർ വളരെ യുക്തമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി നമ്മുടെ സംസ്ഥാനത്ത് ചെന്നുപെട്ടിരിക്കുന്ന രാഷ്ട്രീയ അധപ്പതനത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ വേണുഗോപാലൻ നായരുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള അവരുടെ വിലാപയാത്രയും ഇന്നലെ അവർ സെക്രട്ടേറിയറ്റ് നടയിലും അതുപോലെ ചൂഴമ്പാലയിലുമെല്ലാം അവർ നടത്തിയ നാടകങ്ങളുമെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി, അരാജക അവസ്ഥയുണ്ടാക്കി, പോലീസിനെ ആക്രമിച്ച് ബലിദാനികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് ഇന്നലെയും ശിവദാസന്റെ ആക്സിഡന്റ് ഡെത്തിനെ ബലിദാനിയാക്കി മാറ്റിയതിലൂടെ എല്ലാം തന്നെ ബോധ്യമാകുന്നുണ്ട്. സന്നിധാനത്ത് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഭാഗികമായി മാറ്റി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വാവൂരുനടയിലെയും വടക്കേ നടയിലെയും ബാരിക്കേഡുകളാണ് മാറ്റിയത്. പുലർച്ചെ 3 മുതൽ 11:30 വരെ ഇവിടേക്ക് അയ്യപ്പന്മാർക്ക് പ്രവേശിച്ച് വിശ്രമിക്കാമെന്ന് IG ദിനേന്ദ്ര കശ്യപ് പറഞ്ഞു. ഈ വാർത്ത കാണാം. ശബരിമല വിശേഷങ്ങൾ. ബാക്കി ഇവിടെ ലോവർ തിരുമുട്ടം ഭാഗിലേക്ക് നെയ്ഭിഷേകത്തിന് വേണ്ടി 3 മണി മുതൽ 11:30 മണി വരെ ഇവിടെ അതുണ്ടാവും, ഇൻഗ്രസ് ഉണ്ടാവും. അതിന് നെയ്ഭിഷേകം എല്ലാവർക്ക് അതിന് കാരണം ഇന്ന് ക്രൗഡും കൂടിയത് ഏകദേശം 80,000+ ഇന്ന് ക്രൗഡായിരുന്നു. അതിന് ഭാഗമായിട്ട് ഹൈക്കോടതിന് ഉത്തരവുണ്ടായിരുന്നു. ഈ സ്ഥലം അതിന് കൊടുത്തു. അത് നോക്കട്ടെ ക്രൗഡ് മാനേജ്മെന്റിൽ അത് ഇന്ന് വന്നാൽ ആ സമയത്ത് തന്നെ നോക്കാം. നിരന്തരമായ ഹർത്താലുകൾക്കെതിരെ പ്രതിഷേധമുയർത്തി വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രതിഷേധ മാർച്ച്. അനാവശ്യ ഹർത്താലുകളെ പരസ്യമായി ചെറുക്കുമെന്ന വ്യാപാരികളുടെ പ്രഖ്യാപനം. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന അനാവശ്യ ഹർത്താലുകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ പിന്തിരിയണമെന്നും വ്യാപാരികളുടെ അഭ്യർത്ഥന. തുടർച്ചയായി നടത്തുന്ന ഹർത്താലുകൾ മൂലം സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നഷ്ടവും അധികാരികളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വ്യാപാര വ്യവസായ സമിതി ഹർത്താൽ വിരുദ്ധ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ 100 കണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഹർത്താൽ മൂലം നശിച്ച പച്ചക്കറികളും പഴങ്ങളും റോഡിലൂടെ വലിച്ചിഴച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. വിൽക്കാൻ കഴിയാത്ത ലോട്ടറികൾ വലിച്ചെറിഞ്ഞും വ്യാപാരികൾ പ്രതിഷേധിച്ചു. നിരന്തരമായ ഹർത്താലുകൾക്കെതിരെ പരസ്യമായ ചെറുത്തുനിൽപ്പ് നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം. ഇത് അവസാനിപ്പിക്കണം. നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളെ തെരുവിലിട്ട് ഞങ്ങൾ ചെറുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കണ്ടതാണ്. കേരളത്തിന്റെ പല തെരുവുകളിലും ചെറുത്തുനിൽപ്പിനായി വ്യാപാരികൾ രംഗത്ത് വരുന്നു. തുടർച്ചയായി ഓരോ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തുകയാണ്. ഇതിനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടിയാണ് വ്യാപാരി വ്യവസായി സമിതി മാത്രമല്ല
കേരളത്തിലെ എല്ലാ വ്യാപാര സംഘടനകളെയും ഞങ്ങൾ വിളിച്ചു കൂട്ടുകയാണ്. എല്ലാ വ്യാപാര സംഘടനകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇത് ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസം ഹർത്താൽ മൂലം ലോട്ടറി വിൽക്കാൻ കഴിയാതെ വിതുരയിൽ റാണി എന്ന സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു. ഹർത്താൽ മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ചെറുകിട വ്യാപാരികളും ഇവരുടെ കുടുംബവുമാണെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ത്രീകൾക്കെതിരെ നഗ്നത പ്രദർശിപ്പിച്ചതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും യുവമോർച്ച നേതാവിനെതിരെ പരാതി. ഹരിപ്പാട് സ്വദേശി ഹർഷനെതിരെയാണ് പരാതി. കായംകുളം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരം പരാതികൾ വന്നതോടെ ഇയാളെ ബിജെപിയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയിരുന്നു. തെറ്റായ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദേശ ജോലി നഷ്ടപ്പെട്ട കായംകുളം സ്വദേശിക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് സ്വകാര്യ ലാബിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവമോർച്ച നേതാവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസിനാണ് പരാതി ലഭിച്ചത്. ഹരിപ്പാട് സ്വദേശി ഹർഷൻ എന്ന യുവ നേതാവാണ് എറണാകുളത്തെ സ്വകാര്യ ലാബുകാരെ ഭീഷണിപ്പെടുത്തി 30 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. ഹൈന്ദവ സംഘടനാ നേതാവ് എന്ന പേരിലായിരുന്നു ഭീഷണി. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിനും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതിനുമെതിരെ ഇയാളെ ബിജെപിയിൽ നിന്നും യുവമോർച്ചയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനുശേഷം ശബരിമല സേവാ സംഘം എന്ന പേരിൽ ഇയാൾ സമരം നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് നടന്ന സമരത്തിലും ഇയാളാണ് നേതൃത്വം നൽകിയത്. ഹരിപ്പാട്ടെ പാർട്ടി പ്രവർത്തകർക്കിടയിലും പുറത്തുമുള്ള ചില വീട്ടമ്മമാർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സംഭാഷണങ്ങളും നഗ്നചിത്രങ്ങളും അയച്ചു കൊടുത്തതായും ഇയാൾക്കെതിരെ പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പരാതികളാണിപ്പോൾ ഹർഷനെതിരെ ഹരിപ്പാട് നിന്നും ഉയർന്നു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഗ്വാളിയോർ രൂപത ബിഷപ്പ് മാർ തോമസ് തെന്നാട്ട് വാഹനാപകടത്തിൽ മരിച്ചു. രൂപതയുടെ കീഴിലുള്ള സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം തിരികെ ബിഷപ്പ് ഹൌസിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കോട്ടയം അതിരൂപതാംഗവും ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ജ്ഞാനായ കത്തോലിക്ക ഇടവകാംഗവുമാണ് തോമസ് തെന്നാട്ട്. 2016 ഒക്ടോബർ 18 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഗ്വാളിയോർ രൂപത ബിഷപ്പായി നിയമിച്ചത്. പരസ്യ മദ്യപാനം തടയാനെത്തിയ SIയെ ആക്രമിച്ചു. മുൻ ഗുണ്ടാ സംഘാംഗമായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും മഹിളാ മോർച്ച നേതാവിന്റെ മകനുമടക്കം 3 പേർ പിടിയിൽ. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ടോം മാത്യുവിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കോട്ടയം മണ്ഡലം സെക്രട്ടറിയും മൂലേടം സ്വദേശിയുമായ മുഹമ്മദ് ഷെരീഫ്, മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹിയുടെ മകനും വേളൂർ വാഴപ്പറമ്പ് പനക്കച്ചിറ വീട്ടിൽ അരുൺ മോഹൻ, കിളിരൂർ നൌഷാദ് മൻസിലിൽ നിഷാദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിച്ച കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളെ ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രാഖി കൃഷ്ണ ജീവനൊടുക്കിയ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. രാഖിയുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ മാസം 28-നാണ് പരീക്ഷാ കുപ്പിയുടെ ആരോപണത്തെ തുടർന്ന് രാഖി കൃഷ്ണ ജീവനൊടുക്കിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് രാഖിയുടെ പിതാവ് രാധാകൃഷ്ണൻ പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൌഷാദ് എംഎൽഎയ്ക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP കേസന്വേഷണം കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിനെ കൈമാറിയത്. രാഖി കൃഷ്ണ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ എഴുതിയിരുന്ന ഇംഗ്ലീഷ് വാചകങ്ങൾ കോപ്പിയടിക്ക് ഉപയോഗിച്ചതാണോ എന്നറിയാൻ ഉത്തരങ്ങളുടെ ഫോട്ടോയും ചോദ്യക്കടലാസും കേരള സർവകലാശാലയുടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ രാഖി കൃഷ്ണയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയും സഹപാഠികളുടെ മൊഴിയും പോലീസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി 20-ലധികം വിദ്യാർത്ഥികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഉൾപ്പെട്ട കേസ് ഫയൽ പോലീസ് സിറ്റി ക്രൈംബ്രാഞ്ചിനെ കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബ്രൂവറി തുടങ്ങിയാൽ കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. നിലവിൽ പുറത്തുനിന്ന് മദ്യം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ബ്രൂവറി സംബന്ധിച്ച് ലഭിച്ച റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. ഇനി അനുവാദം കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഉചിതമായ തീരുമാനം ഗവൺമെന്റ് എടുക്കും. ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും വിവരം പറയാം. ഇത് കേരളത്തിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടും, കേരളത്തിന്റെ വരുമാനത്തിലും വർധനവുണ്ടാകും. അതാണ് ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വീണ്ടും ഈ വിവാദത്തിനിടയിൽ ഒരു കത്ത് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. ക്ലിയർ. വിവാദങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് വനിതാ മതിലിന് ശക്തി കൂടുകയാണെന്ന് മന്ത്രി MM മണി. പൊതുഖജനാവിൽ നിന്നുള്ള പണം കൊണ്ടല്ല വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
വനിതാ മതിൽ ഭയങ്കര ചരിത്ര സംഭവമാകാൻ പോകില്ല. എന്ത് വിവാദം ആക്കം തോറും അത് സംഗതി വലിയ വിജയമാകുകയല്ലേ. കൂടുതൽ വിവാദമാക്കാതെ ഈ ചെന്നിത്തല പ്രതികരിക്കാതിരുന്നെങ്കിൽ തന്നെ ഇത് ഇത്രയും അങ്ങ് കേൾക്കുകയല്ലേ. ഇതിപ്പം എല്ലാവരും കൂടെ പ്രതികരിച്ച് മുനീറാണ് ഇത് വർഗീയതയാണെന്നാണ് പറയുന്നത്. അയാൾക്ക് ഈ വർഗീയതയും പിന്നെ ഈ അല്ലാത്തതും എന്താണെന്ന് തിരിച്ചറിയാൻ മേലാത്ത വിവരദോഷമാണ് അയാൾ പറഞ്ഞത്. നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് വനിതാ മതിൽ ഭയങ്കര സംഭവമാകാൻ പോകുമല്ലേ. ഒരു 30 ലക്ഷം സ്ത്രീകളേലും വേണം. 30 പോയിട്ട് ഒരു 60 ലക്ഷം സ്ത്രീകളായിരിക്കില്ല വരാൻ പോകുന്നത്. പല സംശയമുണ്ടോ നിങ്ങൾക്ക്? ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അവധിയൊന്നുമില്ല. വൈകുന്നേരം 4 മണിക്കാണ് അവധി. ഗവൺമെൻറ് പറഞ്ഞോ അവധിയുണ്ടെന്ന്? ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതൊന്നുമില്ല. അല്ല, അതൊക്കെ അവരവരുടേതായ മാർഗങ്ങൾ എന്താണെന്ന് നോക്കണം. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അവധി എടുക്കുമോ അവരവധിക്ക് അപേക്ഷിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. സർക്കാരിൻ്റെ ചെലവൊന്നും അതിൽ നടത്തുന്നില്ല. അത് അതിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ ഇവിടെ ഈ സമിതികൾ സംഘടനകളുണ്ട്. ആ സംഘടനകൾ പണം ഉണ്ടാക്കി മതിൽ നടത്തും. അതിലാരും വേവലാതി. ദീർഘമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് അനാചാരങ്ങൾ സംസ്ഥാനത്ത് ഇല്ലാതാക്കിയതെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. ഇതിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മുന്നിൽ നിന്ന ചരിത്രമാണ് ഉള്ളതെന്നും ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വനിതാ മതിലിൽ എല്ലാ വനിതകളും അണിചേരണമെന്നും കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ദീർഘമായ സമരങ്ങളിലൂടെയാണ് നമ്മളുടെ സഹോദരിമാർ പുരോഗതിയിലേക്ക് വന്നത്. ആ സമരങ്ങളുടെ കാലത്ത് തന്നെ എതിർക്കുവാനും വനിതകളുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫലിതമാണ്. പെരിനാട് സമരം എന്നത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് നടന്ന സമരമാണ്. പെരിനാട് സമരം സ്ത്രീകൾക്ക് മേൽക്കുപ്പായം ധരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത അത് സംഘടിപ്പിച്ച നേതാവ് അടക്കം, ഗോപാലദാസ് എന്ന നേതാവിനെ അടക്കം ഇല്ലാതാക്കാനാണ് അന്നത്തെ സദാചാരവാദികൾ, സവർണ സംസ്കാരമുള്ള ആളുകൾ പരിശ്രമിച്ചത്. പക്ഷേ ആ സമരം താൽക്കാലികമായിട്ട് അടിച്ചമർത്താൻ സാധിച്ചു എങ്കിലും വളരെ വലിയ മുന്നേറ്റമാണ് അതുകൊണ്ട് ഉണ്ടായത്. ഇന്ന് കേരളത്തിൽ മാറുമറയ്ക്കാത്ത ഒരൊറ്റ സഹോദരി പോലും ഇല്ല എന്നുള്ളത് വേറൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. വഴിയെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സമരം, അതുപോലെ തന്നെ വേലൂര് മണിമലർക്കാവിൽ നടന്ന താലപ്പൊലി ആയിട്ട് ബന്ധപ്പെട്ട സമരം, കേരളത്തിലെ പുരോഗമന ബോധമുള്ള അഭിമാനമുള്ള എല്ലാ സഹോദരിമാരും ഈ വനിതാ മതിലിൽ പങ്കെടുത്ത് തങ്ങളുടെ അഭിമാനം ഉയർത്തി കാട്ടണം എന്ന് അവരുടെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഒരു കവിത എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിപ്രായമുണ്ട്. സ്ത്രീകളുടെ അവകാശ പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് തൃശൂർ ജില്ലയിലെ വേലൂർ മണിമലർക്കാവ് സമരം. ക്ഷേത്രത്തിലെ വേലയ്ക്ക് സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകി നേടിയ വിജയഗാഥയാണ് മണിമലർക്കാവ് സമരം. അന്നത്തെ ആ പോരാട്ടത്തിനും വർഗീയവാദികളും അന്ധവിശ്വാസികളും എതിരായിരുന്നു. അന്ന് ആ സമരത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്ന KS ശങ്കരൻ വനിതാ മതിലിന് ആശംസകൾ നേർന്നു. പഴഞ്ചൻ സമ്പ്രദായത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകണമെന്നാണ് ഇപ്പോഴത്തെ സവർണ മേധാവികൾ ഉദ്ദേശിക്കുന്നത്. അതാണ് മറ്റേ ശബരിമലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി. ഇതിന് അറുതി വരുത്തണം. അതുകൊണ്ടാണ് ഈ മതൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അതുപോലുള്ള ആളുകളെല്ലാം കൂടി ഈ വരുന്ന മതൽ സമരം, അതിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും പിന്തുണയും നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കും, അത് നടപ്പാവും. കാഞ്ചീപുരത്തിൽ വേറിട്ട കാഴ്ചകളുമായി ബീന കണ്ണൻ ബ്രൈഡൽ ഷോ കൊച്ചിയിൽ നടന്നു. ബോളിവുഡ് താരങ്ങളായ രവീണ ടണ്ടനും ശ്രിയ ശരണും ചേർന്നാണ് ഇക്കുറി ഷോ നയിച്ചത്. സ്ത്രീ മനസ്സിലെ രാജകീയ വസ്ത്രഭാവനകളായിരുന്നു ഇന്ത്യയിലെ സൂപ്പർ മോഡലുകൾ പങ്കെടുത്ത ഷോയുടെ പ്രമേയം. വർണ്ണ വൈവിധ്യമുള്ള ബ്രൈഡാകാൻ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന യുവതികൾക്ക് വേണ്ടിയുള്ള വിസ്മയ സാരികളുടെ നിര ഷോയിലുടനീളം നിറഞ്ഞുനിന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള എംബ്രോയിഡറികൾ, പരമ്പരാഗത കാഞ്ചീപുരത്തിൽ ഇഴചേർന്നപ്പോഴുള്ള മനോഹാരിത ബ്രൈഡൽ ഷോയെ കൂടുതൽ ആകർഷകമാക്കി.